അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ മിക്സിയിലെ ഒരു ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക, ചെറിയൊരു കഷ്ണം കറുകപ്പട്ട, അതുപോലെ തന്നെ 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പൊ പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ആ ഗ്രാമ്പൂന്റെയും കറുകപ്പട്ടയുടെയും ഏലക്കയുടെയും തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അഥവാ തരികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ട് വേണം ഇതെടുക്കാൻ. ഇനി പൊടിച്ച പഞ്ചസാരയിലേക്ക് 3 മുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. അഥവാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഇതെടുക്കാൻ. ഇനി മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ച് മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വീണ്ടും ഇത് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. എണ്ണയും കൂടെ ചേർത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഗ്ലാസ് ഉണ്ടല്ലോ, ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവിനനുസരിച്ചായിരിക്കണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ മാവ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ച മാവിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മാവ് എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് 2 ചെറിയ നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഇതുപോലെ തൊലി കറുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട്. അഥവാ തൊലി പഴുക്കാത്ത ചെറിയ പഴുത്തിട്ടുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നല്ല തൊലി കറുത്ത പഴം വേണം എടുക്കാൻ. അപ്പൊ ഞാനിപ്പോൾ 2 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ പഴം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത പഴം മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളപ്പിച്ചാറിയ പാലും കൂടി ഒഴിച്ച് വേണം അടിച്ചെടുക്കാൻ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. പഴം നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അഥവാ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ടെടുക്കുക. ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പില്ലേ, അതിൽ കൂടെ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ അടിച്ചെടുത്ത പഴത്തിൽ കട്ടകളൊന്നുമില്ല. ഇനി നമ്മൾ പഴം അടിച്ചു വെച്ചത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഴവും മാവുമായിട്ട് ഒന്ന് നല്ലതുപോലെ യോജിച്ച് കിട്ടണം. ഇപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ പിന്നെ ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു വാനിലയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ചപ്പോൾ ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. അത്രയും മതിയാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തത്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് ഉണക്കമുന്തിരിയാണ് ഇത് എടുത്തിട്ടുള്ളത്. ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത 1/4 കപ്പ് കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കശുവണ്ടിക്ക് പകരം ബദാമോ പിസ്തയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 ടേബിൾ സ്പൂൺ മൈദയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൈദയിലിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഈ ബാറ്ററിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കുക്കറാണ്. ഇനി ഈ കുക്കറിന്റെ എല്ലാ ഭാഗത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കോരി ഒഴിച്ച് എണ്ണ ബ്രഷ് ചെയ്യണ്ട, ചെറിയൊരു രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ഈ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുത്താൽ മതിയാകും. ഇനി ഇതിന്റെ പുറത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കാം. ഇനി എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുക്കർ മൂടി വെച്ച് കൊടുക്കാം. ഇനി ഈ കുക്കറിന്റെ വെയിറ്റ് മാത്രം എടുത്ത് മാറ്റിയാൽ മതി. ഇപ്പൊ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പാൻ ഉണ്ടെങ്കിൽ എടുക്കുക. പഴയ പാൻ ആണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ദോശക്കല്ലൊക്കെ ഉണ്ടല്ലോ, ഇരുമ്പിന്റെ ദോശക്കല്ല്, അതെടുത്താലും മതി. ഇപ്പൊ ഞാൻ പാൻ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിന്റെ ബാറ്റർ നിറച്ച കുക്കർ ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പൊ പാനിന്റെ മുകളിലായിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിം വേണം ഇനി അടുത്ത് വെക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഇനി കുക്കറിന്റെ ലിഡ് ഒന്ന് തുറന്നു നോക്കാം. കേക്കിന്റെ നടുഭാഗത്തായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പൊ ആയിട്ടില്ല, മാവ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. വീണ്ടും നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ വീണ്ടും കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കറിന്റെ ലിഡ് തുറന്നു നോക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പൊ കണ്ടില്ലേ, മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ ടൂത്ത് പിക്കില് മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. എനിക്ക് ഇത് ബേക്ക് ചെയ്യാൻ എടുത്ത സമയം 30 മിനിറ്റ് ആണ്. ഇപ്പൊ നല്ല ചൂടാണ്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെക്കാം. ഇപ്പൊ നമ്മുടെ കേക്കെല്ലാം ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന്റെ സൈഡൊന്നും വിടേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇളകിയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ കൂടി സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ഇടിച്ചു കൊടുക്കുക. ഇനി ഈ കേക്ക് കുക്കറിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. കൈത ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കമഴ്ത്തി കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ അങ്ങ് ഇളക്കി മാറ്റാം. കണ്ടില്ലേ, കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് തിരിച്ചു വെക്കാം. അടിപൊളിയായിട്ട് കുക്കറിൽ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചെറിയൊരു കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അടിയിലൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കേക്ക് ടിന്നോ അതുപോലെ തന്നെ ഓവനോ വലിയ പാത്രങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഒരു വശം കട്ട് ചെയ്തിട്ടുണ്ട്, ഈ വശവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പീസിങ് എടുക്കാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പൊ കണ്ടില്ലേ, തൊടുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ആണ്.
നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കറിൽ നേന്ത്രപ്പഴം വെച്ചിട്ട് അടിപൊളി കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ചെറിയ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ അടിപൊളിയായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും പെർഫെക്റ്റോടും കൂടിയുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്